ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അയലയുടെ തലക്കറി. ഇതെന്താ ഇപ്പോൾ അയല കറി വെക്കുന്ന കൂടെ അതിൻ്റെ കൂടെ ഇട്ടും കറി വെച്ചാൽ മതി എന്നായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങളൊക്കെ. എന്നാലും ഇതൊരു വെറൈറ്റി അല്ലേ. ഒരു ദിവസം അയലയുടെ കഷ്ണവും കറി വെക്കാം, ഒരു ദിവസം അയലയുടെ തലയും കറി വെക്കാം. അപ്പോൾ ഇന്നത്തെ മീൻ്റെ എല്ലാം വില കൂടി വരുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ കറി വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നോക്കാം ഈ അയലയുടെ കറി, അയലത്തല കറി എങ്ങനെയാണ് വയ്ക്കുന്നത്. അപ്പം അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതാണ്ട് അടുപ്പിലൊരു ചട്ടി വെച്ച്, ചീനിച്ചട്ടിയാണ്, ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി. അതിങ്ങനെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വിടുക. അതിലേക്ക് തന്നെ ഒരു സവാള അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത്. ഇങ്ങനെയൊക്കെ അയലക്കറി വെക്കുമെന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതെനിക്കറിയില്ല. ഇത് എൻ്റെ സ്റ്റൈല് അയലത്തലക്കറിയാണ്. ഇത് എല്ലാം ഒന്ന് വാടിയാണ്. ഇതിലേക്ക് കുറച്ച് തേങ്ങ, ഇതൊന്നും വേണ്ട, കുറച്ച് അത് ഇങ്ങനെ ചെറുതാക്കി ചൂടാക്കി എടുക്കാം. ഇത് മതി, ചെറുതായിട്ടൊന്ന് വാടിയാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് മിക്സിയിലോ കല്ലയോ എങ്ങനെയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. വീണ്ടും അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, 2 പച്ചമുളക് നെടുകയോ ഊറുകയോ എങ്ങനെ വേണമെങ്കിലും കീറാം. അതിൻ്റെ അകത്തോട്ടിടാം. അതിട്ട് വരുന്നു, ചൂടായി വരുന്നു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇട്ട് അതും ചൂടായി വരട്ടെ. സംഭവം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി ഞാനെല്ലാം അതിൻ്റെ സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്ന പോലെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടാണ് മൂക്കട്ടെ. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച സംഭവമില്ലേ, അതങ്ങോട്ട് തട്ടു. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം. ചട്ടിയുടെ സൈഡിലെല്ലാം വേണം. ക്യാമറയിൽ കൂടെ കാണുമ്പോൾ നല്ല ഓറഞ്ച് കളർ, അല്ലാണ്ട് നോക്കുമ്പോൾ റെഡ് കളർ. സംഭവം തീ കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, കൂടിയിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് കുടംപുളി. തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുടംപുളി, പുളിയൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഈ ഉപ്പുമൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്ത്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ കണ്ടപ്പോൾ പൊടിയുപ്പ് അധികം ഉപയോഗിക്കരുത്, കല്ലുപ്പ് ഉപയോഗിക്കണം, പൊടിയുപ്പ് ശരീരത്തിന് ദോഷമാണെന്നൊക്കെ പറയണം. നിങ്ങൾക്കിങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
എന്താ അതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം? പൊടിയപ്പം നമ്മുടെ ശരീരത്തിന് ശരിയാണ്, ഞാൻ ആലോചിച്ചപ്പോൾ ശരി, പൊടിയപ്പം നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. പക്ഷെ അയഡിൻ ചേർന്നാന്നല്ലേ പറയാം, അയഡിൻ നമുക്ക് ആവശ്യമല്ലേ. ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. എന്താണെന്ന് അതിൻ്റെ ഒരു ആൻസർ ഇതുവരെ ഇതിലേക്ക് എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് അയലയിടാം. അയലത്തല ഇടാം. അയല വറുത്തതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയ്യോ, ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവല്ലേ, ഞാൻ പാട്ട് നിർത്തിക്കോളാവേ. അയലയൊക്കെ ഇട്ട് ഇനി ഇത് നന്നായിട്ട് ഇവിടുന്ന് സെറ്റാവട്ടെ കേട്ടോ. അടച്ചു വെക്കാൻ മറന്നുപോയി, അടച്ചു വെക്കാം. തീ ലോ ഫ്ലെയിമിൽ കാട്ടിലൊരു ശകലം കൂടെ കിടക്കട്ടെ. ഇങ്ങനെ കിടക്കട്ടെ. ഓക്കേ, ഇതൊന്ന് തുറന്ന് നോക്കാവേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വെള്ളം ആ ചാറൊക്കെ ഒന്ന് വറ്റി കുറുകി നല്ല സൂപ്പറായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് സംഭവം ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.